അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികൾ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ. ഈ ഒരു ദിക്ർ നമുക്ക് പ്രഭാത സമയത്തും രാവിലെയും വൈകുന്നേരവും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൻ്റെതും ആഖിറത്തിൻ്റെതും ഒരു വിഷയത്തിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ എല്ലാം അല്ലാഹു തആല നീക്കി തന്ന് സന്തുഷ്ട ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അല്ലാഹു തആല തരുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അതിമനോഹരമായ ഒരു ദിക്ർ. ഈ ദിക്ർ ചൊല്ലേണ്ട സമയം താഴെ തങ്ങൾ പറയുന്നത്, മൻ കാല ഫീ കുല്ലി യൗമിൻ ഹീന യുസ്ബിഹു വഹീന യുംസി, രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം 7 പ്രാവശ്യം ഈ ഒരു ദിക്ർ ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ കഫാഹുല്ലാഹു തആല മാ ഹഅമ്മഹു മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെ ആഖിറത്തിന്റേതും എല്ലാ ടെൻഷനുകൾക്ക് ഇത് മതി, ഈ ഒരു ദിക്ർ മതി. ഏതാണ് ആ ദിക്ർ? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ദിക്റാണ് 7 പ്രാവശ്യം പറയേണ്ടത്. ചൊല്ലിയാൽ ഒരു ടെൻഷൻ ഉണ്ടാവുകയില്ല. ദുനിയാവിൽ നമുക്ക് അലട്ടുന്ന ഒരു ടെൻഷൻ, ഒരു വിഷയത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അല്ലാഹു തആല നമുക്ക് ടെൻഷൻ ഇല്ലാതെ, ഒരു പ്രയാസമില്ലാതെ സർവ്വകാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. ദുനിയാവിന്റെ കാര്യമായാലും ആഖിറത്തിന്റെ കാര്യമായാലും ഏതൊരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ലെന്ന് ഹബീബായ തങ്ങൾ നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള ജീവിതം അദ്ദേഹത്തിന് സന്തോഷകരമാകാൻ സമ്പത്തല്ല വേണ്ടത്, ധാരാളം പണമല്ല വേണ്ടത്, വീടല്ല വാഹനമല്ല വേണ്ടത്, മനസ്സിന് ടെൻഷൻ ഇല്ലാതെ സന്തുഷ്ടനായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ ദുനിയാവിൽ പറ്റും, യഥാർത്ഥ ജീവിതമായ പരലോകത്ത് നമുക്ക് പറ്റും. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. എല്ലാവരും പതിവാക്കുക ഈ ഒരു ദിക്ർ.